സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് 1 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള ഫ്രോക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 ഇഞ്ച് ഇറക്കവും ഒരു 12 ഇഞ്ച് വണ്ണവുമുള്ള 2 പീസ് തുണികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിക്കൊണ്ട് ഒന്നിനും മീതെ നന്നായിട്ട് എടുത്ത് വെച്ചു. നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് ഈ തുറപ്പില്ലാത്ത ഭാഗത്താണ് ഇതിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്താം. ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 2 ഇഞ്ച്, അകൽച്ചയും 2 ഇഞ്ച്. ഇതിൻ്റെ തോളും 2 ഇഞ്ച്, തോൾ വീതി 2 ഇഞ്ച്. ഇതിൻ്റെ ആം ഹോള് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇത് നമുക്ക് ഒരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ഇതിൻ്റെ നെക്കും അടയാളപ്പെടുത്താം, ആം ഹോളും അടയാളപ്പെടുത്താം. ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കണം. ആക്കിക്കൊണ്ട് ഇവിടെയും ആം ഹോളും ഒരു ബോക്സ് പോലെ ആക്കണം. ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ഇതിൻ്റെ കഴുത്ത് താണ്ടി ഇങ്ങനെ ഷേപ്പിലിങ്ങ് വരയ്ക്കണം. അതുപോലെ ആം ഹോളും ഷേപ്പിലിങ്ങ് വരയ്ക്കണം. കണ്ടോ? എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് തെളിച്ച് വരച്ച് തരാം. കണ്ടോ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം നെക്ക് കട്ട് ചെയ്ത് ഇനി നമുക്ക് ആം ഹോൾ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് താഴോട്ട് ഞൊറു വെച്ചെടുക്കാനുള്ള പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഉണ്ടോ? ഇനി നമുക്ക് ഈ ആം ഹോൾ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അവിടോട്ടൊരു 1/4 ഇഞ്ച് ഇങ്ങനെ, ഒരു 1/2 ഇഞ്ച്, 1/4 ഇഞ്ചല്ല 1/2 ഇഞ്ച് ഇങ്ങനെ ചരിച്ചൊന്ന് വെട്ടി കൊടുക്കണം. അവിടെ ഇങ്ങനെ ഇത് ഇടുന്ന ഉടനെ ആ ഭാഗം ഇങ്ങനെ തൂങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉണ്ടോ? ചരിച്ച് വെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഫ്രില്ല് വെച്ചെടുക്കാൻ വേണ്ടി ഒരു 36 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമുള്ള 2 പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 36 ഇഞ്ച് വീതിയും, അത് നമുക്ക് വീതി എത്ര വേണമെങ്കിലും നമുക്കത് അനുസരിച്ച് ഞൊറു ഇടുന്നതിനനുസരിച്ച് എത്ര വേണമെങ്കിലും വീതി എടുക്കാം. 36 ഇഞ്ച് വേണമെങ്കിൽ 36 എടുക്കാം, 40 വേണമെങ്കിൽ 40 എടുക്കാം, 30 മതിയെങ്കിൽ 30 എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇറക്കം 12 ഇഞ്ച് ഉണ്ടോ? എടുത്തിട്ട് ഇതിങ്ങനെ അത് ഫ്രില്ല് താഴോട്ട് ഞൊറു വയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ഈ 2 പീസ് വെച്ചാണ് നമ്മൾ ആ 4ആയിട്ട് മടക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ 2 പീസ് ഒന്നിച്ച് വെച്ചുകൊണ്ട് ആ നെക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ കാണിച്ചിരുന്ന ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്രയും നല്ല രീതിയിൽ ഈ ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 1-2 എണ്ണം തയ്ക്കുമ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പിന്നെ ഓരോ മോഡൽ വെച്ച് ഫ്രോക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കണം. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ നമ്മൾ ഓരോ കട്ടിങ് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ചൂട് കാരണം ഫാനില്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫാൻ കിടക്കുന്നത് കൊണ്ട് നമുക്കിത് പതിച്ചടിച്ചെടുക്കാം. തയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ട്. സാധാരണ പതിച്ചടിക്കുന്നത് നമുക്കറിയാമല്ലോ. 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് 1 പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത്.
അപ്പം നമുക്ക് വേണ്ട ഇതൊന്ന് തിരിച്ചിട്ട് നമ്മുടെ നെക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടിലെ നെക്കാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. എങ്കിലും നമ്മൾ ഇപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ടിലെ നെക്കാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലെ പീസിൻ്റെ നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 പീസും ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ചേർത്തെടുക്കണം. ഇതിൻ്റെ തോള് രണ്ടും കൂടെ ചേർത്തെടുക്കണം. അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ട ഒരു പീസ് ഇപ്പുറത്തോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കണ്ടോ. അതുപോലെ തന്നെ ഇതും അടിയിലത്തെ ആ പീസ് ഇങ്ങോട്ട് തിരിച്ചെടുത്തുകൊണ്ട് അടിയിലത്തെ ആ പീസ് നമ്മൾ ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അടിയിലത്തെ പീസ് താണ്ടേ ഇപ്പുറത്തൂടി എടുക്കണം കണ്ടോ. എടുത്തിട്ട് ഇതിൻ്റെ മീതെയാക്കി ഇങ്ങോട്ട് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പം വേണ്ട ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ ഞൊറുവിട്ടെടുത്ത് രണ്ടായിട്ടങ്ങ് മടക്കിയിട്ട് ഒരു വശം വെച്ചും ഞൊറുവിട്ടെടുത്ത് അത് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അത് നമ്മൾ ഈ കൈക്കുഴി കട്ട് ചെയ്തില്ല അവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൈ വയ്ക്കുന്നതിന് പകരം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇടാനില്ലയോ അപ്പോൾ അതിങ്ങനെ ആ ഹോളിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ. ഇതുപോലെ തന്നെ ഈ വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അടുത്ത വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ആം ഹോളിലും ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 ആം ഹോളിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ 2 പീസ് തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഞൊറുവിട്ടെടുക്കാൻ അത് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ 2 വശവും വെച്ച് ചേർത്ത് കൊടുക്കണം. ഈ വശവും അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം വേണ്ട. പ്ലീറ്റ് ഇട്ട് 2 വശത്തും നമ്മൾ വെച്ച് ചേർത്ത് കൊടുത്ത് വേണ്ട. ഫ്രണ്ടിലും ബാക്കിലും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ കൈവണ്ണം എത്ര ഇഞ്ച് വേണമോ അതനുസരിച്ച് ആം ഹോളിന് എത്ര ഇഞ്ചാണോ വണ്ണം വേണ്ടത് അതനുസരിച്ച് വെച്ചിട്ട് സൈഡ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചുകൊണ്ട് സൈഡ് താഴോട്ടിങ്ങ് ചേർത്ത് തയ്ച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഈ 2 വശവും ചേർത്ത് തയ്ച്ച് കൊടുത്ത് കണ്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ വശം തയ്ച്ചതുപോലെ തന്നെ ഇവിടെയും ചേർത്ത് തയ്ച്ച് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ചുറ്റും ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നീട് ഒരു 3/4 ഇഞ്ച് കൂടി മടക്കി താഴ്ഭാഗം തയ്ച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും.